നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാ വീട്ടിലേക്ക് ചെല്ലുന്നേ. അങ്ങനെ മുറി ചെല്ലുമ്പോൾ വർഷ ചോദിച്ചു, എന്താ ശ്രീകാന്തേട്ടാ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? സന്തോഷമുള്ളൊരു കാര്യം മിക്കവാറും ഉടനെ നടക്കും. അതെന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. അതും പറഞ്ഞിട്ട് കഥകൊന്ന് പോയി അങ്ങോട്ട് അടച്ചു. അത് കഴിഞ്ഞിട്ടാണ് വന്ന് പറയണേ, മിക്കവാറും ദേ ആ വിശ്വത്തിനോട്ടൊരു പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അയാളെ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് തന്നെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആ വിക്രത്തിന്റെ കുടുംബത്തിന്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിവേഗം തന്നെ നടക്കും. അല്ല അതിന് ഇപ്പം എന്താ ശ്രീകാന്തേട്ടാ നടക്കണേ? അയാൾക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം ആ പണത്തിന് വേണ്ടിയിട്ട് അവിടെ കമ്പനി ചോദിച്ചിട്ടുണ്ട്. പണം കൊടുക്കാൻ പറ്റില്ലെന്ന് മാനേജർ പറയുകയും ചെയ്തു. ഇനിയല്ലേ കളി നടക്കാൻ പോന്നേ. അവിടുന്ന് കുറച്ച് പണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് അവനെടുത്താന്ന് വരുത്തി തീർക്കാമല്ലോ. ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. ആ കുടുംബം മുഴുവൻ നാണം കെടും. ഒടുവിലെ ഭേദയും ആ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യം നടക്കും. സത്യമാണോ? ഇതൊക്കെ നടക്കുമോ? പിന്നെ നടക്കാതെ എങ്ങോട്ടേക്ക് പോവാനാ? അയാളെ അവിടെ കയറ്റിയത് പോലും ഈ ഒരു കാര്യം ലക്ഷ്യം വെച്ചല്ലേ നമ്മൾ. അതിനായിട്ട് ദൈവമായിട്ടൊരു അവസരം കൊണ്ട് തന്നിരിക്കുക. അവർ ഭയങ്കര സന്തോഷിക്കുക. ആ സമയം പത്മയും ദീപ്തിയും കൂടെ വീട്ടിലേക്ക് വന്നായിരുന്നു വേദയെ കണ്ടിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം സാവിത്രിയമ്മ എന്ന് വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. പത്മ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട വേദ. അല്ലായിരുന്നെങ്കിലോ വിക്രം ആ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ മുറിയിൽ കിടന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയനം. സാവിത്രി പറഞ്ഞു, എൻ്റെ മോൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന വെറുതെയാണ്. രാവിലെയും വൈകുന്നേരം ഞാൻ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്ന എൻ്റെ കുട്ടി ഭാഗ്യമുള്ളവളാണ്. അത് മാത്രമല്ല വേദയും വിക്രവും അവര് ഒന്നിച്ച് കുറേ കാലം കഴിയാനുള്ളവരാ. അവരൊരിക്കലും അങ്ങനെ വേറെ പിരിഞ്ഞ് പോകത്തില്ല. ദീപ്തി പറഞ്ഞു, കുറച്ച് നിമിഷം വൈകിയായിരുന്നെങ്കിൽ. അല്ല വിക്രം ആ സമയത്ത് എവിടെയായിരുന്നു? വിക്രം പുറത്തു പോയതിനെക്കുറിച്ചെല്ലാം പറയുക. അപ്പോഴേക്ക് സാവിത്രിയും പറഞ്ഞു, അല്ല അവൻ എന്തിനാ പോലും പുറത്തു പോയത്? ഇനി മനഃപൂർവ്വം ഇത് ആരെങ്കിലും വന്ന് ചെയ്തായിരിക്കും. അവനെ അവിടെ നിന്ന് മാറ്റിയിട്ട്. ദീപ്തി പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യുന്നവനല്ല. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അവന് വേദയെ പലവട്ടം രക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു. എത്രയോ ആപത്തുകളിൽ നിന്ന് വേദയെ അവൻ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ സാവിത്രമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. തൻ്റെ കൊച്ചുമോൾക്ക് എന്തെങ്കിലും ആപത്ത് ഇനി സംഭവിക്കുമോ? ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇനി ആ വാസവും വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. അവനാണ് കത്തിച്ചെങ്കിൽ അവൻ വീണ്ടും എന്തെങ്കിലും തരികടപ്പണി ഒപ്പിക്കാൻ ശ്രമിക്കും. അതിനുശേഷം സാവിത്രിയമ്മ പത്മയോട് പറഞ്ഞു, നിനക്കൊരു കാര്യം ചെയ്യാൻ വരായിരുന്നോ? അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വരായിരുന്നോ? കുറച്ച് ദിവസം അവൾ ഇവിടെ നിൽക്കില്ലായിരുന്നോ? ഞാൻ പറഞ്ഞ അമ്മേ, പക്ഷേങ്കിൽ അവൾ വരാൻ തയ്യാറായില്ല. വിക്രം ഇവിടെ വരുന്ന സമയത്ത് അവൾ വരുവോളെന്ന്. വിക്രത്തെ ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും അങ്ങനെ അംഗീകരിച്ചിട്ടില്ലോ. അപ്പം അതുകൊണ്ട് അവൾക്കൊരു വിഷമമുണ്ട്. അല്ല ഭർത്താവ് വരാതെ അവൾ തന്നെ വരുന്നേ അവൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാരമില്ല, നമുക്ക് കാത്തിരിക്കാം. പിന്നെ അവൾ വേദം നല്ല ആത്മവിശ്വാസത്തിലാണ്. വിക്രത്തെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തന്നെ അവൾ ഇപ്പോഴും വിചാരിക്കുന്നത്. സാവിത്രിയമ്മ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും എൻ്റെ കുഞ്ഞിനെ കണ്ണീരും കൈ ഇതിലായിട്ടും മാറിയിട്ടില്ല. ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ. ഈ സമയം വിക്രത്തെ വിളിക്കുകയാണ് വേദ. അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കമല വിളിച്ചിട്ട് വിക്രം വന്നില്ല. അപ്പോൾ വേദ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം കോളെടുത്തു. എന്താ? അല്ല കഴിക്കാൻ വരണില്ലേ? ഞാനിപ്പോൾ വരണില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ തുടങ്ങിയപ്പോഴത്തേനും അവസാനം വിക്രം വന്നു കഴിക്കാനായിട്ട്. അങ്ങനെ വിക്രത്തിനുള്ള ആഹാരമൊക്കെ വേദ എടുത്തുകൊണ്ട് കൊടുത്തു. അതിനുശേഷം വിക്രം മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വേദ ആ പുറകെ തന്നെ പിന്നാലെ ചെല്ലുവാണ്. വിക്രം ചോദിച്ചു, എന്താ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നേ? അതെന്താ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൂടെ? അല്ല വിക്രം വന്നാൽ പിന്നെ വിക്രത്തിൻ്റെ പിന്നാലെ ഞാൻ വന്നാൽ എന്താ കുഴപ്പം? വിക്രത്തിൻ്റെ ഭാര്യയല്ല ഞാൻ. അതെ, ഞാൻ ഇന്നു മുതൽ ഈ മുറിയിലാണ് കിടക്കണത്. എനിക്ക് ഈ മുറി ഒന്ന് വൃത്തിയാക്കാനുണ്ടോ? അതാണ് ആ കാര്യം. ഞാനിവിടെ സഹായിക്കാം. നീ എന്തിനാ സഹായിക്കുന്നേ? നീ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടതും വേദ പറഞ്ഞു, ഞാൻ സഹായിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ സഹായിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഇതേ സമയം വേദ വിക്രത്തിനോട് സഹായിക്കാൻ തുടങ്ങി. വിക്രം പറഞ്ഞു, വേണ്ട, നീ ഇതൊന്നും സഹായിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇതെൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ച മുറിയാ. വീട്ടുകാർ ഉപേക്ഷിച്ച മുറിയായിരിക്കും, പക്ഷെ വീട്ടുകാർ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, ഈ മുറിയിലുണ്ടല്ലോ. അപ്പം എനിക്ക് അയാൾ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. അയാൾ എവിടെയുണ്ടോ ഞാൻ അവിടെയല്ലേ നിൽക്കണ്ടേ. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, നീ എന്താ ഇവിടെ കിടക്കാനാണോ? പിന്നല്ലാതെ വിക്രം എവിടെ കിടക്കുന്നോ അവിടെ തന്നെ ഞാനും കിടക്കുന്നേ. അതുകൊണ്ടല്ലേ ഞാനിതൊക്കെ ക്ലീൻ ചെയ്യുന്നേ. വിക്രം പറഞ്ഞു, വേണ്ട വേദേ, അറിയാലോ
മൊത്തം ആകപ്പാടെ പൊടിയും പിടിച്ച കരിയും പുകയും മാത്രം. ഇതൊക്കെ ക്ലീൻ ചെയ്ത് പറഞ്ഞാൽ തന്നെ കുറേ സമയം പിടിക്കും. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല വിക്രം. വിക്രത്തിന് അറിയാലോ എന്നെ സംബന്ധിച്ച് നമ്മൾ എത്ര ദിവസം കാട്ടി നിന്നാ 2-3 ദിവസം കാട്ടിക്കഴിഞ്ഞല്ലേ ആ സമയത്ത് നമ്മൾക്ക് പട്ടുമത്തേ ഉണ്ടായിരുന്നോ? ഇല്ല. വെറും പുല്ലിൻ്റെ മുകളിൽ പാറയുടെ മുകളിലൊക്കെ നമ്മൾ കിടന്നുറങ്ങിയത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെത്ര വലിയ സുന്ദരവാ. അത് കേട്ടപ്പോൾ വിക്രത്തിന് പിന്നെ ഒന്നും മിണ്ടാൻ തോന്നിയില്ല. വിക്രത്തിന് മനസ്സിലായി താൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാലും അവൾക്ക് അനുസരിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവർ റൂം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. അതേസമയം വിശ്വൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ശ്രീജനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ശ്രീജയോട് പറഞ്ഞു, അതെ ഞാനിന്ന് കുറച്ച് അഡ്വാൻസ് പണം വാങ്ങി. അഡ്വാൻസ് അതെന്തിനാ? സാലറി നിന്ന് വാങ്ങിയതാ. അല്ല, വിക്രത്തിന് മുറി ശരിയാക്കണമല്ലോ, അവൻ്റെ കയ്യിൽ അതിന് മാത്രം പണമൊന്നും കാണത്തില്ല. അപ്പം ഞാൻ കുറച്ച് അഡ്വാൻസ് ചോദിച്ചു നോക്കി, വേറെ കുറച്ച് പൈസ ലോൺ പോലെ എന്തെങ്കിലും തരാമോന്ന്. പക്ഷെ കിട്ടിയില്ല. അഡ്വാൻസ് തുക തരാമെന്ന് പോലെ തന്നു. ഇതുള്ളത് കൊണ്ട് വിക്രത്തിന് കൊടുക്കുവാണെങ്കിൽ അവൻ അത്ര എളുപ്പമായില്ലേ ആ മുറി പണിയാനായിട്ട്. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, അതിന് മുറി പണിയാനായിട്ട് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നില്ല. അതെന്താ? അച്ഛൻ പറയുന്ന ആ മുറി പണിയുണ്ടെന്നാ പറയണേ. പിന്നെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും. അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ആ മുറി പണിതാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ വാ, നമുക്ക് ഈ പണം കൊണ്ടേ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ്. വേദയുടെയും വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോഴേക്കും രണ്ടുപേരും തകൃതിയായിട്ട് മുറിയൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. വിശ്വൻ ചെന്നിട്ട് ചോദിച്ചു, ഇതെന്താടാ നീ ക്ലീൻ ആക്കുന്നേ? അത് പിന്നെ വിശ്വേട്ട വൈകുന്നേരം ഇവിടെ കിടക്കാനായിട്ടാ. നല്ല കഥയെ, നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തമുണ്ടോ? വിക്രം കണ്ടില്ലേ ഓടൊക്കെ പകുതിയും വെച്ചും പൊളിഞ്ഞു നോക്കി ഇരിക്കുന്നേ. എങ്ങാനും വല്ല മഴയും ഇതാ നനയില്ലേ? അതൊന്നും നനയത്തൊന്നും ഇല്ല. അല്ല എന്താ വിശ്വേട്ട? അതെ, നിന്റെ കുറച്ച് പൈസ തരാൻ ഞാൻ വന്ന. പൈസയോ? അതെന്തിനാ പൈസ? അതെ, ഞാൻ കുറച്ച് പൈസ അഡ്വാൻസ് വാങ്ങി സാലറിയിൽ നിന്ന്. ഇനിയിപ്പോൾ ഇവിടെ റൂമൊക്കെ പണിയണമെങ്കിൽ നിനക്ക് പൈസ വേണ്ടേടാ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാമെന്ന് കരുതി. ഇത് കേട്ടതും വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. വിക്രം പെട്ടെന്ന് വിശ്വത്തേക്ക് ഒരു കെട്ടിപ്പിടിച്ചു. എന്നാലും വിശ്വേട്ടന് ഇങ്ങനെ പറയാനുള്ള ഒരിതുണ്ടായല്ലോ, മനസ്സുണ്ടായല്ലോ. അതിന് നല്ല കാര്യം. വേണ്ട വിശ്വേട്ടാ, എനിക്കിത് വേണ്ട. അച്ഛൻ പറഞ്ഞ് മുറി പണിയുന്നില്ലെന്നാ പറഞ്ഞേ. ഇനിയിപ്പം പണി വേണേ തന്നെ അത്യാവശ്യം കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്, അത് മതി. എന്നാലും അതല്ലോടാ, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതി ഞാൻ സഹായിക്കണ്ടേ? ഞാൻ നിന്റെ ചേട്ടനല്ലേ, നിനക്കൊരു ആപത്ത് വരുമ്പോഴല്ലേ ഞാൻ സഹായിക്കണ്ടേ? അതെനിക്കറിയാം വിശ്വേട്ടാ, പക്ഷേങ്കിൽ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഈ ചോദിക്കാൻ തോന്നിയ മനസ്സ്, അതാണ് ഞാനിപ്പോൾ വലുതായിട്ട് കാണുന്നത്. ആരെങ്കിലും സഹായിക്കാനുള്ളെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എനിക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് എൻ്റെ ചോരയുണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോഴേക്കും വിക്രത്തെ നോക്കിയിട്ട് ശ്രീജ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെയാണോ വിക്രം? ഞങ്ങളെക്കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നത്? ഇപ്പം വിശ്വേട്ടൻ്റെ കാര്യം അറിയാലോ, വിശ്വേട്ടൻ നല്ല രീതിയിൽ തന്നെ കഴിയണേ. അതുകൊണ്ടാണ് മുമ്പത്തെ വിശ്വേട്ടൻ ഇത് വെച്ചാണെന്നെങ്കിൽ 1 രൂപ പോലും തരാൻ പറ്റില്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം ഞങ്ങൾക്ക് സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ടപ്പോൾ ശ്രീജയോട് വേദ പറഞ്ഞു, അതൊക്കെ ശ്രീജ അടുത്ത് സൂക്ഷിച്ചു വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എൻ്റെ അക്കൗണ്ടിലെല്ലാം കുറച്ച് പൈസ കിടപ്പുണ്ടല്ലോ, വിക്രത്തിന് ആവശ്യം വരുവാണെങ്കിൽ ഞാൻ കൊടുത്തോളാം. ഇത് വിശ്വേട്ടൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനി അപ്പുമോൾക്കാണെങ്കിലും ആവശ്യങ്ങൾ ഏറി വരുമല്ലേ. പിന്നെ ശ്രീജേടത്തിയുടെ സ്വർണവും കാര്യങ്ങളൊക്കെ പണയം വെച്ചതൊക്കെ എടുക്കണ്ടേ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, സൂക്ഷിച്ചു വെച്ച് അതൊക്കെ എടുക്കുക. നല്ല രീതിയിൽ ജീവിക്കുന്ന കണ്ടാൽ മതി. വിക്രത്തിനും അത് അതേ അഭിപ്രായം തന്നെയായിരുന്നു. വേദ പറഞ്ഞതിനോട് വിക്രം യോജിച്ചു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. അന്നത്തെ രാത്രി അവരാ മുറിക്കാത്ത കഴിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ വിക്രം പതിവ് പോലെ വർക്ക്ഷോപ്പിലേക്ക് പോയി. ആ സമയത്ത് വേദ ശ്രീജയുടെ അടുത്തേക്ക് നിന്നു. ശ്രീജയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ല ശ്രീജയടുത്തി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ എന്താ ഇങ്ങനെ? അച്ഛൻ എന്താ ആ മുറിയിലായിട്ടും പണിയാൻ സമ്മതിക്കാത്തെ? അച്ഛൻ്റെ വാശിയും പിടിച്ച് നിൽക്കുവാണല്ലോ. ഇതുവരെയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ശ്രീജ പറഞ്ഞു, അതിന് തക്കതായ കാരണമുണ്ട്. എനിക്ക് അതാ മനസ്സിലാകത്തെ. അച്ഛനും മോനും തമ്മിൽ ഇത്രമാത്രം പ്രശ്നം എന്താ? വിക്രത്തെ എപ്പോഴും ചീത്ത പറയുന്നത് എന്തിനാ? അച്ഛന് അങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നെ വ്യക്തമായൊരു കാരണം കാണില്ലേ? അതെ, അതിന് കാരണമുണ്ട്. മുമ്പ് ശ്രീജ വിശ്വത്തോട് പറഞ്ഞായിരുന്നു, ഇനിയിപ്പോൾ വേദ എന്നോട് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ, വിക്രത്തെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ പഴയ കഥകളൊക്കെ ഞാൻ പറയും, ഇനി ഞാൻ മറച്ചു വെക്കലെന്ന്. അപ്പോൾ വിശ്വം പറഞ്ഞു, നീ പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിശ്വത്തിൻ്റെ ഉറപ്പുള്ളതുകൊണ്ട് ശ്രീജ ആ കഥകൾ പറയാനൊരുങ്ങുന്നത്. നീ ഉദ്ദേശിച്ച പോലെയൊന്നും ആയിരുന്നില്ല വിക്രവും അച്ഛനും. അവർ രണ്ടുപേരും കൂട്ടുകാരെ പോലെയായിരുന്നു. കൂട്ടുകാരെ പോലെ അവരുടെ ചെറുതിൽ അങ്ങനെയാ. ഞാനിവിടെ വന്ന് കണ്ടപ്പം മുതൽ അങ്ങനെയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അവർ ഭയങ്കര കൂട്ടാ, ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും വിക്രം അച്ഛനോട് പറയും. അച്ഛൻ അറിയാത്ത ഒരു കാര്യം വിക്രത്തിന് ജീവിതത്തിലില്ല. പഠിക്കാനും മിടുക്കന്, സ്പോർട്സിലും കലാപരമായിട്ടും എല്ലാ തരത്തിലും മിടുക്കനാ. സ്കൂളിലും കോളേജിലൊക്കെ ഫസ്റ്റായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ, അത് ഞാൻ കണ്ടായിരുന്നു മുറിയിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സും ട്രോഫിയൊക്കെ.
അതെ, അത്രയ്ക്കും മിടുക്കനായിരുന്നു. അവർ രണ്ടുപേരും കൂടെ പോകുന്ന കണ്ട പലരും എപ്പോഴും ചോദിക്കുമായിരുന്നു, ഇത് അച്ഛനും മോനും തന്നെയാണോന്ന്. അതുപോലെ ഒരു കൂട്ടുകാരായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ, ഇതെൻ്റെ മകനല്ല, ഇതെൻ്റെ കൂട്ടുകാരനാ. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. മാഷിന് ഇത്രയും നല്ലൊരു മോനെ കിട്ടിയല്ലോ എന്നവർ എല്ലാവരും എപ്പോഴും പറയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചേ ശ്രീജേടത്തി, ഇപ്പോഴിങ്ങനെയാവും കാരണം എന്താ? ശ്രീജ പറഞ്ഞു, അവനെ കൊണ്ട് കോളേജിൽ ചേർത്തു. അതിനുശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അച്ഛനൊരു തെറ്റിദ്ധാരണ ഉണ്ടായി, അതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ എന്നൊക്കെ ശ്രീജ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദ ചോദിച്ചു, അല്ല എന്താ കാര്യം, എനിക്കത് അറിയണം. ശ്രീജ പറഞ്ഞു, അറിയാലോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നറിഞ്ഞാൽ ഇവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല ശ്രീജയെടുത്തി, എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. അങ്ങനെ ശ്രീജയെ നിർബന്ധിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ഇത്രയും കാലം മാഷ് കമല എല്ലാവരും മൂടി വെച്ച ആ വലിയ രഹസ്യം അങ്ങനെ ഒടുവിൽ പുറത്തു വരുവാണ്. വിക്രത്തെക്കുറിച്ചുള്ള എന്തുകൊണ്ടാണ് വിക്രവും മാഷും തമ്മിൽ ഇപ്പോഴും ചർച്ചയാകാത്ത, അവർ രണ്ടുപേരും കൂടെ പരസ്പരം അകന്ന് കഴിയുന്ന എന്തിനാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.